ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൂള് ഇറേസർ ടൂൾസിനെ കുറിച്ചാണ്. നമുക്ക് 3 ടൈപ്പ് ഇറേസർ ടൂളുകൾ ഫോട്ടോഷോപ്പിനകത്തുണ്ട്. സോ നമുക്ക് ആ ടൂളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇറേസർ ടൂള് കിടക്കുന്നത് ക്ലോൺ സ്റ്റാമ്പ് ടൂളിന്റെ തൊട്ട് താഴെയായിട്ടാണ് എന്ത് ഇറേസർ ടൂളുകൾ കിടക്കുന്നത്. സോ നമുക്ക് 3 ഇറേസർ ടൂളാണ് വരുന്നത്. ഇറേസർ ടൂള്, ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂള് ആൻഡ് മാജിക് ഇറേസർ ടൂള്. സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. നമ്മൾ ഇറേസർ ടൂൾ ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇറേസർ ടൂൾ അല്ലെങ്കിൽ ഇറേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലെ. സോ ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഇറേസർ ടൂള് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടൂൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊരു എന്താണ്, ഇതൊരു ബ്രഷ് ടൂളിന്റെ സെയിം സെറ്റിംഗ് തന്നെയാണ് നമുക്ക് ഇറേസർ ടൂളിലും കിട്ടുന്നത്. അതൊരു ബ്രഷ് ടിപ്പ് പോലെ തന്നെയാണ്. പിന്നെ അതിന്റെ സൈസ്, അതിന്റെ റൗണ്ട്നെസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ ടൈപ്പ്, ഷേപ്പ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇറേസർ ടൂളിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. സൈസ് ഇവിടെ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ ഹാർഡ്നെസ് അല്ലെ, അതിന്റെ എഡ്ജിലെ സ്മൂത്ത്നെസ് അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് എന്ന് പറയും. പിന്നെ വരുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ റൗണ്ട്നെസ്, അതായത് ഈ ഒരു ടൂളിന്റെ റൗണ്ട്നെസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബ്രഷിന്റെ ആംഗിള്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റൗണ്ട് ഐക്കൺ ആണ് വന്നേക്കുന്നത് അല്ലെ. സോ ബ്രഷ് ടൂൾ പോലെ തന്നെ, സെയിം ബ്രഷ് ടൂൾ പോലെ തന്നെയാണ് വന്നേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുവാണ്. അതുണ്ടാവും. ഇപ്പൊ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്, ആ ഒരു പോർഷൻ ഇറേസ് ആയി പോകുകയാണ് ചെയ്യുന്നത്. ഇറേസ് ആയി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ബാക്ക്ഗ്രൗണ്ട് കളർ. അതായത് നമ്മൾ ഏത് കളറാണ് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നത് ആ കളറാണ് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഇറേസർ ടൂളിന് നമുക്ക് എങ്ങനെ ഡെഫിനിഷൻ പറയാം, ഇറ്റ് ഹെൽപ്സ് ടു ഇറേസ് certain parts of an image and erased area will be filled by the color same as in the background color slot. മീൻസ് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് കളർ സ്ലോട്ടിലുള്ള സെയിം കളർ ആയിരിക്കും നമ്മൾ ഇറേസ് ചെയ്യുമ്പോൾ ആ ഏരിയയിൽ ഫിൽ ചെയ്ത് വരുന്നത്. അത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. ഓക്കെ, സോ അതാണ് നമ്മൾ ഇറേസർ ടൂളിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഷോർട്ട് കട്ട് എന്താണ്, ഈ ആണ്. ഓക്കെ, ബാക്കി സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ബ്രഷ് ടൂൾ പോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. പ്രോപ്പർട്ടികളെല്ലാം അറിയാം. മോഡ്, ബ്രഷ് മോഡ് തന്നെ, ഒപ്പാസിറ്റി അറിയാം, ഫ്ലോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ വരുന്ന എന്താണ്, സ്മൂത്തനിങ് എന്നുള്ളൊരു പ്രോപ്പർട്ടിയാണ് എക്സ്ട്രാ വരുന്നത് അല്ലെ. അത് നമ്മൾ ആ ഒരു സ്ട്രോക്കിന്റെ സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മൂത്തനിങ് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സ്മൂത്തനിങ് വാല്യൂ എത്രയാണ് കിടക്കുന്നത്, 0 ആണ് കിടക്കുന്നത്. ഞാൻ സ്മൂത്തനിങ് വാല്യൂ ജസ്റ്റ് കൂട്ടിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, സ്മൂത്തനിങ് വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഞാൻ സ്മൂത്തനിങ് വാല്യൂ ഒരു 100 ഇട്ടിട്ട് ഞാൻ ഇറേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ട്രോക്ക് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇറേസ് ചെയ്ത് പോകുന്ന ഏരിയ നല്ല സ്മൂത്ത് ആയിട്ടായിരിക്കും പോകുന്നത്. എഡ്ജിന്റെ സ്മൂത്ത്നെസിന്റെ കാര്യമല്ല പറയുന്നത്, ഞാൻ ആ ക്രിയേറ്റ് ചെയ്ത പാത്തിന്റെ ആ ഷേപ്പ് കണ്ടോ, അത് നല്ല സ്മൂത്ത് ആയിട്ടായിരിക്കും പോകുന്നത്. സോ സ്മൂത്ത്നെസ് വാല്യൂ കുറച്ചാണ് ഇടണമെങ്കിൽ നിങ്ങൾക്ക് അത്ര സ്മൂത്ത് ആയിട്ട് ഈ പോർഷൻ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ സോ നിങ്ങൾ ആ ഒരു സ്മൂത്ത്നെസ് പ്രോപ്പർട്ടി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇറേസർ ടൂളിനകത്ത് വരുന്ന കാര്യങ്ങൾ. വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ടൂളാണ്. കുറച്ച് ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഏരിയ നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇറേസർ ടൂള് യൂസ് ചെയ്യാം. ഇത് അതുപോലെ തന്നെ ഇതിനകത്ത് കുറെ ഷേപ്പുകൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആ ഷേപ്പ് ഒക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇറേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രോപ്പർട്ടി കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം, മാറ്റി ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ നമുക്കിത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.